വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവരുമായ സ്നേഹിതര്, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു പക്വത നേടിയെടുക്കുവാൻ, എന്താണ് കുടുംബമെന്ന് മനസ്സിലാക്കുവാനും, മനസ്സിലാക്കി കഴിഞ്ഞവർക്ക് കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളെ നന്മയാക്കി മാറ്റുവാനും നമുക്ക് ഈ ക്ലാസ് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. 3 കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, the biblical and sacramental perspective of married life. വേദപുസ്തകവും ഉദാശ അനുഷ്ഠാനങ്ങളും വിവാഹ ജീവിതത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്. 2, the psychological aspect. ആ സൈക്കോളജിക്കൽ ആസ്പെക്റ്റിൽ തന്നെ മൂന്നാമതായി എക്കോണമിക്കൽ ആസ്പെക്ട്. ഈ 3 കാര്യങ്ങളാണ് കുടുംബജീവിതത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ളത്. ഒന്ന്, ബിബ്ലിക്കൽ ആൻഡ് സാക്രമെന്റൽ. നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഈ കുടുംബ ജീവിതത്തിൽ ഇത്ര ബൈബിൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നാട്ടിൽ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിന് ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ്സിന് വരുന്നവരുടെയൊക്കെ ബിബ്ലിക്കൽ ആൻഡ് സാക്രമെന്റൽ എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ധാരണ, ഇതിൻ്റെ ആവശ്യം എന്താ, വേദപുസ്തകവും കുടുംബമായിട്ട് എന്ത് ബന്ധം എന്നുള്ള ചിന്തയുണ്ടാകും. ഇപ്പൊ നിങ്ങൾ വിവാഹം ആലോചിച്ചിരിക്കുന്നവരുണ്ടല്ലോ, അല്ലേ? ഉറച്ചിരിക്കുന്നവരുണ്ടല്ലോ, ഗോയിങ് ടു മാരി. ഉറച്ചിരിക്കുന്നവര് അല്ലെങ്കിൽ കല്യാണം കഴിച്ചവര് ഒന്ന് ഓർത്ത് നോക്കി. നിങ്ങൾ വിവാഹം കഴിക്കുമ്പോഴും വിവാഹം കഴിച്ചപ്പോഴും അല്ലെങ്കിൽ കല്യാണം ഇന്ന ആള് മതി ഞങ്ങളുടെ പാർട്ട്ണർ എന്ന് നമ്മൾ നിശ്ചയിച്ചപ്പോഴും ഓഫ് ഹാൻഡായിട്ട് അത് നിശ്ചയിക്കുകയായിരുന്നോ, അതോ എന്തെങ്കിലുമൊക്കെ ക്വാളിഫിക്കേഷൻസ് നോക്കി അത് ഫുൾഫിൽ ചെയ്തപ്പോഴാണോ അങ്ങനെ ഈ ആളിനെ തന്നെ പാർട്ട്ണറാക്കി സ്വീകരിക്കാം എന്ന് നമ്മൾ സമ്മതിച്ചത്? അതോ വെറുതെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത് പോലെ ഒന്നാമത്തെ കാഴ്ചയിൽ വീണുപോയത്? ഇല്ല. ചില കാര്യങ്ങൾ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു. അതിൽ ഒരു 90 ഒന്നും കിട്ടില്ല, ഒരു ഫസ്റ്റ് ക്ലാസ് മാർക്കെങ്കിലും ഉള്ള ഒരാളെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇന്ന ആള് മതി കുടുംബജീവിതത്തിലേക്ക് എന്ന് നമ്മൾ സ്വീകരിച്ചത്. അതിനകത്ത് എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ മാനദണ്ഡം? കള്ളം പറയുന്നത്. കാരണം ഞാൻ കല്യാണം കഴിച്ചതാണ്, അപ്പൊ എനിക്ക് മാനദണ്ഡം ഉണ്ടായിരുന്നു. എന്റെ മാനദണ്ഡം ഞാൻ നിങ്ങളോട് പറയാം. എന്തൊക്കെയായിരുന്നു? ABCDEF. ഈ 4-5 മാനദണ്ഡങ്ങളാണ് എനിക്കുണ്ടായിരുന്നത്. ABCDEF, ഈ 5 മാനദണ്ഡങ്ങൾ. അതിൽ ഒരു ഫസ്റ്റ് ക്ലാസ് മാർക്ക് കിട്ടിയപ്പോൾ ഇന്നയാളെ മതി എന്ന് ഞാൻ നിശ്ചയിച്ചു. എൻ്റെ പുള്ളിക്കാരിക്കും ഇങ്ങനെ ചില മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു ജയിക്കാൻ മാർക്ക് എനിക്ക് ഉണ്ടായതുകൊണ്ട് എന്നെ അങ്ങ് സ്വീകരിച്ചു. അങ്ങനെ ഞങ്ങൾ ജീവിതം ആരംഭിച്ചു. എന്തൊക്കെയായി ABCDEF? A, that is ability, കഴിവ്. അത് നമ്മൾ പരിശോധിക്കുന്നത്, അല്ലേ? മണ്ണുണ്ണനാണോ മണ്ണുണ്ണിയാണോ എന്ന് നമ്മൾ പരിശോധിച്ചിട്ടേ കല്യാണം കഴിക്കത്തുള്ളൂ, അല്ലേ? പല വീടുകളിലും അവരാ മാപ്പിള എന്ന് പറയും. എന്നുവെച്ചാൽ എന്താ? അവരാണ് മാപ്പിള, അവരാ കാര്യങ്ങൾ നടത്തുന്നത്. അത് കോഴിക്കത്തിൽ കൂടുതലാണ്. പോട്ടെ, എന്തായിരുന്നാലും അങ്ങനെ അത് നമ്മളൊരിക്കലും സമ്മതിക്കത്തില്ല. നമുക്കൊരു ആണത്വം അല്ലെ, പുരുഷത്വം. അപ്പൊ പുരുഷന്മാര് ഒരിക്കലും ഒരു 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 വെറും നമ്മളെക്കാൾ മേളിൽ പോകുന്ന ഒരാളെ അംഗീകരിക്കത്തില്ല. സ്ത്രീകളും അങ്ങനെ തന്നെ. മണ്ണുണ്ണികളെ നിങ്ങൾക്ക് ഇഷ്ടമല്ല, ആണോ? നമ്മൾ പറയാം, ഒരു ഇച്ചിരി പേഴ്സണാലിറ്റി ഒക്കെ വേണം, അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം, കാണാനും ഒക്കെ ഒരു 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 പേഴ്സണാലിറ്റി ഒക്കെ വേണം. സോ ദാറ്റ് ഈസ് എബിലിറ്റി. ദ സെക്കൻഡ് വൺ ഈസ് ബ്യൂട്ടി, അല്ലേ? ബ്യൂട്ടി, സൗന്ദര്യം ഉണ്ടാകണം. എന്നൊരു സൗന്ദര്യം ഉണ്ടാവണം എന്ന് പറയുമ്പോൾ ഇന്ദ്രൻസ് ഒരിക്കലും ആഗ്രഹിക്കരുത് റാണി മുഖർജിയെ കിട്ടാൻ. അങ്ങനെ ആഗ്രഹിച്ചാൽ നടക്കത്തില്ല. അതാണ് ഇന്ന് കുടുംബജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം, ഇല്ലേ? ആഗ്രഹിച്ചത് റാണി മുഖർജിയെ, കിട്ടിയത് ഫിലോമിനെ. മനസ്സിലെപ്പോഴും ആഗ്രഹം, മനസ്സിലെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ, ആരുടെ കാര്യമാണ്? അതിനൊരു കാര്യമേ ഉള്ളൂ, ഫിലോമിനെ കാണുമ്പോൾ റാണി മുഖർജിയാണെന്ന് വിചാരിക്കുക. അതാണ് നമ്മുടെ മനസ്സിന്റെ, അല്ലേ, ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മുടെ മനസ്സിന്റെ കാഴ്ചപ്പാട്, മനസ്സിന്റെ ആറ്റിറ്റ്യൂഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ബ്യൂട്ടി അത് അത്യാവശ്യമാണ്. അത് നമുക്ക് കൂടെ കൊണ്ടു നടക്കാൻ പറ്റിയ ഒരാളെയാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത്. The third one is C,
ദാറ്റ് ഈസ് ക്യാരക്ടർ, സ്വഭാവം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നത്തെ ഇന്റർനെറ്റ് മാരേജിൽ എത്രത്തോളം സ്വഭാവം അറിയാമെന്ന് അറിയില്ല. പ്രായം 17, 20 പറഞ്ഞിട്ട് കല്യാണം കഴിക്കാൻ വന്നപ്പോഴാണ് 60 കണ്ടതൊക്കെ ഇപ്പോൾ നമ്മൾ ഇന്റർനെറ്റ് പ്രശ്നത്തിൽ കാണുന്നുണ്ട്. പണ്ട് കാലത്ത് അങ്ങനെയല്ല. പണ്ട് കാലത്ത് ഈ അമ്മച്ചന്മാരൊക്കെയാണ്, അമ്മച്ചന്മാരും അളിയന്മാരുമാണ് പെണ്ണ് കാണാൻ പോകുന്നത്. ഇല്ലേ? പെണ്ണ് കാണാൻ പോകുമ്പോൾ തന്നെ ആദ്യം അവർ നോക്കും തുറുള്ള വീടാണോ നോക്കും. തുറു എന്ന് വെച്ചാൽ അറിയാമല്ലോ, കച്ചിത്തുറു. അവർ തുറുള്ള വീടാണെങ്കിൽ കാരണം ജീവിക്കാനുള്ള മാർഗം ഉണ്ടാകും. ഇച്ചിരി നെല്ല് വയല് കാണും, പിന്നെ പശു ഉണ്ടാകും. അപ്പൊ ജീവിക്കാൻ പെണ്ണ് പട്ടിണി കിടക്കില്ല എന്ന് അമ്മച്ചന് മനസ്സിലാവും. ഈ അമ്മച്ചന്മാർ ചെന്നാൽ എങ്ങനെയാ അവര് പെണ്ണ് കാണാൻ പോകുമ്പോ എങ്ങനെ ചെയ്യുന്നേ? പെണ്ണിങ്ങനെ വന്ന് അവിടെ എവിടെങ്കിലും ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കും. ഇപ്പൊ ഒന്നും വലിയ കാര്യമല്ല. ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കുമ്പോ അമ്മച്ചൻ പറയും, എടി മോളെ ഒന്നിങ്ങി വന്നേ, വേദപുസ്തകം എടുത്ത് 118 സങ്കീർത്തനം എടുത്ത് വായിച്ച്. ഇതാണ് ഇന്റർവ്യൂ. എടി പെണ്ണെ ഒന്നിങ്ങി വന്നേ. അപ്പോ കൊച്ചിനെ ചെവി കേൾക്കാമോ ഇല്ലയോ എന്നുള്ളത് വരുമ്പോ വിളി കേട്ട് വരുമ്പോ മനസ്സിലാവും. പേടിപ്പിക്കാനൊന്നും അല്ല. ഇന്റർനെറ്റിലൂടെ ചെവി കേൾക്കാൻ ഒക്കത്തില്ലേ? ചെവി കേൾക്കുന്ന ആളാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ ഒക്കില്ല. അപ്പോ കൊച്ചിനെ ചെവി കേൾക്കാൻ ഒക്കുമ്പോ ഡഫാണോ അത് കൃത്യമായിട്ട് അമ്മച്ചന് മനസ്സിലാവും. ഈ വരുന്ന വഴിക്ക് കാലിന് എന്തെങ്കിലും ഏന്തുണ്ടോ? പണ്ട് പെണ്ണ് കാണുമ്പോൾ ഒരു നടയടി ഉണ്ടായിരുന്നു. അതായത് അല്ലേ, ഇങ്ങനെ നടത്തി നോക്കും. അപ്പോൾ എൻ്റെ അമ്മ പറയാറുണ്ട്, എൻ്റെ അമ്മ പാവാട ഇട്ട് കഴിഞ്ഞിട്ട് ആദ്യം സാരി കൊടുത്തത് എൻ്റെ വല്യമ്മച്ചിയും അമ്മാച്ചനും ഒക്കെ അമ്മയെ പെണ്ണ് കാണാൻ ചെന്നപ്പോഴാണ് ആദ്യമായിട്ട് സാരി കൊടുക്കുക. ഇതിങ്ങനെ തപ്പിപ്പറക്കി നടന്നു. അമ്മയെ ഒരു 15 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയെന്ന് പറയാറുണ്ട്. അമ്മായിയമ്മയോട് അതിന്റെ ഒക്കെ ഇച്ചിരി ഇപ്പോഴും തീർക്കാറുമുണ്ട്. അപ്പം അത് പ്രധാനപ്പെട്ടത് നടക്കും. അത് കഴിഞ്ഞിട്ട് വേദപുസ്തകം എടുത്ത് എന്ന് വെച്ചാൽ എന്തറിയാൻ നോക്കും. അല്ലല്ല, വേദപുസ്തകം പ്രാർത്ഥിക്കുന്നതാണോ എന്ന് അറിയാം. കാരണം നമ്മുടെ വീടുകളിൽ വന്ന വേദപുസ്തകം എടുക്കാൻ പറഞ്ഞാൽ പിന്നെ എന്തോ തപ്പാന്നറിയാമോ? ഇത് എവിടെ ഇരിക്കുന്നു അല്ലേ? അതോ വേദപുസ്തകത്തിലുള്ള കാര്യങ്ങളോ? മുഴുവൻ സീക്രട്ടും ഇപ്പൊ വെക്കുന്ന ഒരു സാധനമാണ് എവിടെ? വേദപുസ്തകം. ഒരിക്കൽ വീട്ടിൽ ചെന്ന് വേദപുസ്തകം എടുത്തപ്പോഴാണ് പശുവിനെ കുത്തിവെച്ചത് ഇത്രാം തീയതി വരെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. റേഷൻ കാർഡിനകത്തുണ്ട്, വോട്ടേഴ്സ് ലിസ്റ്റിനകത്തുണ്ട്. ഇവിടെ ആണെങ്കിൽ ദിനാറ് വെക്കും. കാരണം പിള്ളേർ നോക്കാത്ത ഒരു സ്ഥലം അവിടെ ഉള്ളൂ. അതുകൊണ്ട് വേദപുസ്തകം എടുത്തെന്ന് പറയുമ്പോൾ കൊച്ചു വേദപുസ്തകം തപ്പിപ്പറക്കാൻ പോകുമ്പോഴേ അറിയാം ഇത് കൃത്യമായി പ്രാർത്ഥിക്കുന്നതാണോ അല്ലയോ എന്നുള്ളത്. ഇനി ഏത് സങ്കീർത്തനം എടുക്കാൻ പറഞ്ഞു? 118 സങ്കീർത്തനം എടുക്കാൻ പറഞ്ഞു. നമ്മളാണെങ്കിൽ 33 തപ്പോ ഇങ്ങനെ